ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഒരു മുളയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാമ്പുവിൽ എങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ മുളയുടെ പീസാണ് വേണ്ടത്. ഇതിന് മുകളിൽ നമ്മൾ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ 2 സ്പീക്കറാണ് വേണ്ടത്. ഇതിന് ഒന്നിൻ്റെ വില 80 രൂപയാണ്, രണ്ടത് 160 രൂപയായി. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്തിൻ്റെ ബോർഡാണ് വേണ്ടത്. ഇത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. 130 രൂപയാണ് ഇതിൻ്റെ വില. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡും നമുക്ക് ആവശ്യമുണ്ട്. ഇത് അത്യാവശ്യം സൗണ്ടൊക്കെ ഉള്ളൊരു ബോർഡാണ്. ഇതിന് ഏകദേശം ഒരു 40 രൂപ വില വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് വയറാണ്. ഇതാണ് നമ്മളിതിൽ യൂസ് ചെയ്യാൻ എടുത്ത ബാറ്ററി. ഇത് 4 വോൾട്ടിൻ്റെ 1.5 ആംപിയർ വരുന്നൊരു ബാറ്ററിയാണ്. ഏകദേശം ഇതിന് 70 രൂപ വില ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലത്തെ ഒരു മൈക്രോ USB പോർട്ട് എടുത്തിട്ടുണ്ട്. 10 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇതേപോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ചും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ആംപ്ലിഫയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2 വയർ എടുത്തിട്ട് ആംപ്ലിഫയറിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ വരുന്നിടത്ത് പ്ലസ് മൈനസ് എഴുതി കൊടുത്ത് 2 വയർ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഫുള്ള് വയറും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മഞ്ഞയും പച്ചയും കൊടുത്തത് സ്പീക്കർ ലൈനാണ്, ലെഫ്റ്റും റൈറ്റും. അതുപോലെ ഇവിടെ പവർ സപ്ലൈയുടെ റെഡും ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ഈ 3 വയർ വരുന്നത് ഓഡിയോ ഇന്നാണ്. അത് നമ്മളെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിൽ നിന്ന് വരുന്ന 3 വയർ അതേപോലെ സെൻറ്റർ വയർ സെൻറ്ററിലും ലെഫ്റ്റും റൈറ്റും കറക്റ്റ് അതേപോലെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. ഇതോടുകൂടി നമ്മൾ ആംപ്ലിഫയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ആദ്യം നമുക്ക് മുളയുടെ ഉള്ളിൽ ഇത് ഗ്ലൂ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചൊക്കെ ഇളകി പോരാത്ത രീതിയിൽ ഇത് ആദ്യം അവിടെ സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡ് മുളയുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ 2 സ്പീക്കറിൻ്റെ ലൈന് 2 സൈഡൊക്കെയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന 3 വയർ നമ്മളെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിലേക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. അതോടുകൂടി നമ്മളൊരു വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ബാറ്ററിയുടെ മേലെ 2 വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒരു മൈക്രോ USB പോർട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വയറിന് ചെറിയ നീളം കുറവാണ്. അപ്പോൾ നമ്മൾ 2 വയറിന് പീസ് ഇട്ടിട്ട് അതൊന്ന് നീളം കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വയറൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ 2 വയർ നമ്മൾ ബാറ്ററിയിൽ ഡയറക്റ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വയർ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളയുടെ ഉള്ളിൽ ഇത് സെറ്റ് ചെയ്യാം. ചാർജറിൽ നിന്ന് വരുന്ന 2 വയർ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ പ്ലസും മൈനസും മാറാതെ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററിയിൽ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഡയോഡ് കൊടുക്കണം, നന്നായിരിക്കും. ബാറ്ററിയിൽ നിന്ന് ചാർജ് റിട്ടേൺ കയറി പോകാതിരിക്കാൻ വേണ്ടി. അത് നമ്മൾ കുത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ചാർജ് റിട്ടേൺ ചാർജറിൽ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഡയോഡ് കൊടുക്കുക. കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചാർജറിൻ്റെ ഉള്ളിൽ ഡയോഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മളിതൊരു സേഫ്റ്റിക്ക് നമുക്ക് ചാർജ് കയറുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ LED ബൾബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ LED ബൾബിക്ക് എന്തായാലും ഒരു ഡയോഡ് വേണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഡയോഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡും ബ്ലൂടൂത്തിൻ്റെ ബോർഡും പവർ സപ്ലൈ ഒന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 വയർ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒറ്റ കണക്ഷൻ കൊടുത്താൽ മതി നമുക്ക്. നമ്മൾ മൈനസ് ഓൾറെഡി കൊടുത്ത് ഇനി നമ്മൾ പ്ലസ് കൊടുക്കാൻ പോവാണ്. ഈ പ്ലസ്സിലാണ് നമ്മളൊരു സ്വിച്ച് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ബാറ്ററിയുടെ വയർ ഈ ബോർഡിലേക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം, ഓണാവുണ്ടോ നോക്കാം. എന്നിട്ട് നമ്മൾ സ്വിച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ ബാറ്ററിയുടെ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈനസ് ഓൾറെഡി നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കണം. ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ച് അയച്ച് നോക്കാം, ഓണാവുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഓണാവുന്നുണ്ട്. ഇനി നമ്മളിതിലൊരു സ്വിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മളവിടെ കൊടുത്ത് നന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. സ്വിച്ചൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററിയുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാറ്ററി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാറ്ററി അവിടെ നിന്ന് വിട്ട് പോരരുത്. വിട്ട് പോകുന്ന നമ്മുടെ വയറൊക്കെ വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഒന്ന് സെറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് സ്പീക്കറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ പുറത്തേക്ക് ഇട്ട് 2 വയർ നമ്മൾ സ്പീക്കറിൻ്റെ മേലെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാറ്ററി നേരത്തെ ഗ്ലൂ ചെയ്തപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ചപ്പോൾ ബാറ്ററി അത് ഊരിച്ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്യുക. എന്നിട്ട് പേപ്പർ എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ ബാറ്ററി അത് ഊരിച്ചാടും. ഇപ്പം നമ്മൾ 2 സൈഡത്തെ സ്പീക്കറിൻ്റെ വയറും കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് സ്പീക്കർ അവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ സ്പീക്കർ മുളയുടെ മേലെ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, മുള പൊളിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഒരു സൈഡത്തെ സ്പീക്കർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സൈഡ് സ്പീക്കർ സെറ്റ് ചെയ്യണതിന് മുന്നേ നമ്മൾ അതിൽ ചാർജ് കയറുന്നുണ്ടോ, വയറിങ് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഒരു ഉരുണ്ട അവസ്ഥ വരുത്തരുത്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ ചാർജ് കയറുന്നുണ്ടോ, ബാറ്ററിത്തെ ചാർജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. മൾട്ടിമീറ്റർ നമ്മൾ DC ഇട്ടിട്ട് ബാറ്ററിക്ക് വരുന്ന ചാർജ് ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ചാർജ് നോക്കുമ്പോൾ 4.2 കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാർജറിൽ നിന്ന് വരുന്ന കണക്ഷനിലൊന്ന് വെച്ച് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് പോകണ്ടോന്ന്. ഇപ്പോൾ 0 ആണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ചാർജർക്ക് കറണ്ട് പോകണില്ല. നമ്മളെ ഡയോഡ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കറണ്ട് പോകാത്തത്. ബാറ്ററിയുടെ സൈഡിൽ ചാർജ് കാണിക്കുന്നുണ്ട്. നമ്മൾ ചാർജർക്ക് പോകുന്നത് ചാർജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാർജറൊന്ന് കുത്തിയിട്ട് ഇനി ചാർജ് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കൊന്ന് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാറ്ററിയിൽ നേരത്തെ പോലെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചാർജറിൽ നിന്ന് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജറിൽ നിന്ന് വരുന്നതിൽ 5 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ചാർജ് കയറുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒരു LED ബൾബ് സെറ്റ് ചെയ്യണം. അപ്പോൾ LEDയുടെ മേലെ നമ്മൾ റെസിസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. LED ബൾബ് നമ്മൾ ചാർജറിൽ നിന്ന് വരുന്ന വയറിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ LED ബൾബ് അവിടെ പ്ലസ് മൈനസ് നോക്കിയിട്ട് ചാർജറിൽ നിന്ന് വരുന്ന വയറിൻ്റെ മേലെ സോൾഡർ ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ചാർജറിൻ്റെ വയറൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ LED ബൾബ് കത്തുന്നുണ്ട്. അതിനർത്ഥം ചാർജ് കയറുന്നുണ്ടെന്നാണ്. അപ്പം നമ്മൾ ഉൾഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്പീക്കർ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്യരുത്. ഒരു ആവറേജ് ലെവലിൽ ടൈറ്റ് ആക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചാർജ് കുത്തുമ്പോൾ ലൈറ്റ് കത്തുന്നത് പുറത്തേക്ക് കാണുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പുറത്തേക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് ഫിനിഷിങ് വർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ മേലെ നെറ്റ് അടിക്കാൻ വേണ്ടി നമ്മളൊരു ചാക്കിൻ്റെ പീസ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ടൈ വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ടൈ ചെയ്യുമ്പോൾ വേറൊരു മെച്ചം കൂടിയുണ്ട്. നമുക്ക് ഈ മുള പൊളിഞ്ഞ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ മുള പൊളിയും. അപ്പോൾ അതിന് നമ്മൾ ഈ ടൈ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ മുള ടൈറ്റായിട്ട് നിന്നോളും. അപ്പോൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ 2 സൈഡ് നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് പശയായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഫ്ലെക്സ് ക്വിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ. അപ്പോൾ അതും ആ ടൈയും
ചാക്കുംപാട് അവിടെ സെറ്റ് ആയിക്കോളും. ഇനി നമ്മളതിൻ്റെ മുകളിൽ കൂടെ ടൈ കാണാത്ത പോലെ ചാക്കുനൂലായിട്ട് ഒരു റൗണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4 റൗണ്ട് ചുറ്റുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് നമ്മളെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞ് ഇതേപോലെ 2 സൈഡും ചുറ്റി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 2 സൈഡും ചാക്കുനൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. നല്ല അടുപ്പിച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനൊരു പിടുത്തം കൂടി സെറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മൊബൈൽ ഇവിടെ ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓണാക്കാൻ പോവുകയാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ഓണായി. ഇനി നമ്മൾ മൊബൈലിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്ത് അപ്പോൾ RK101 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്ത് ഇനി സോങ് ഒന്ന് വെച്ച് നോക്കാം. യൂട്യൂബിൽ കയറിയിട്ട് ഇനി നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം നമുക്ക്. ഇങ്ങോട്ടുണ്ട്. ഭയങ്കര പൊളിയല്ലേ? അപ്പോൾ അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഷാറാണ്. കുറച്ച് ചിലവുള്ളൂ. മുളയുടെ പീസൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ സുഖമായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. 450 രൂപ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് വിചാരിക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.